വൈക്കോമേത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഡൈനാമിക്സ് ഓഫ് ബിസിനസ് എൻവയോൺമെന്റ് എന്ന് പറയുന്ന സബ്ജക്റ്റിന്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറും അതിന്റെ ആൻസേഴ്സും ആണ്. ഓക്കെ, അപ്പൊ ഡൈനാമിക്സ് ഓഫ് ബിസിനസ് എൻവയോൺമെന്റ് 2 മണിക്കൂറാണ് എക്സാം, 56 മാർക്കിനാണ് എക്സാം. ഓക്കെ, അപ്പൊ നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് നോക്കാം. ആദ്യം നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് എ റൈറ്റ് പ്രൊട്ടക്റ്റഡ് അണ്ടർ ദി കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 2019? 2019 കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ടില് കവർ ചെയ്യാത്ത റൈറ്റ്സ് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പം കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 2019 കവർ ചെയ്തിരിക്കുന്ന റൈറ്റ്സ് എന്ന് പറയുന്നത് റൈറ്റ് ടു സേഫ്റ്റി, റൈറ്റ് ടു ഇൻഫർമേഷൻ, റൈറ്റ് ടു ചോയ്സ്, റൈറ്റ് ടു റെപ്രസെന്റേഷൻ, റൈറ്റ് ടു സീക്ക് റീഡ്രസ്, റൈറ്റ് ടു കൺസ്യൂമർ എഡ്യൂക്കേഷൻ, റൈറ്റ് ടു ബേസിക് നീഡ്സ്. ഓക്കെ, അപ്പൊ ഇതിൽ പെടാത്ത റൈറ്റ് ഏതാണ്? റൈറ്റ് ടു പ്രോഫിറ്റ്. ഓക്കെ, റൈറ്റ് ടു പ്രോഫിറ്റ് ആണ് ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. വെൻ ബിസിനസ് പ്രയോറിറ്റൈസ് കൺസ്യൂമർ സാറ്റിസ്ഫാക്ഷൻ ഇറ്റ് റിഫ്ലക്ട് എ വാല്യൂ സിസ്റ്റം ഫോക്കസ്ഡ് ഓൺ. ഓക്കെ, ഒരു ബിസിനസ് കൺസ്യൂമർ സാറ്റിസ്ഫാക്ഷൻ ആണ് കൂടുതൽ പ്രാധാന്യം നൽകുന്നതെങ്കിൽ അത് ഏത് വാല്യൂ സിസ്റ്റത്തിനാണ് ഫോക്കസ് ചെയ്യുന്നതെന്നാണ് ക്വസ്റ്റ്യൻ. ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് കൺസ്യൂമർ സെൻട്രിസിറ്റി ആണ്. ഓക്കെ, കൺസ്യൂമർ സെൻട്രിസിറ്റി ആണ് ഇതിന്റെ ആൻസർ. അടുത്ത മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. എ കമ്പനി അസൈൻ എ ഫോറിൻ കമ്പനി ടു ഡിസൈൻ ആൻഡ് ഡെവലപ്പ് എ ബിസിനസ് പ്രോജക്റ്റ് ഇൻ ഫോറിൻ കൺട്രി ഈസ് ടേംഡ് ആസ്. ഓക്കെ, ഇതിന്റെ ആൻസർ ഏതാണ്? ടേൺകീ ആണ് ഇതിന്റെ ആൻസർ. ഒന്നുമില്ല, ഒരു കമ്പനി ഒരു കമ്പനി എന്ത് ചെയ്യുന്നു, അവരുടെ ഒരു പ്രോജക്റ്റ് കംപ്ലീറ്റ് ആക്കാൻ വേണ്ടി, അല്ലെങ്കിൽ അവരുടെ ഒരു പ്രോജക്റ്റ് ഡിസൈൻ ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ അതിനെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ഒരു ഫോറിൻ കമ്പനിക്ക് കൊടുക്കുന്നു. ഇതിനെ വിളിക്കുന്ന പേരാണ് ടേൺകീ എന്ന് പറയുന്നത്. ആ പേര് തന്നെ ഉണ്ട്, ടേൺ ദ കീ. ഓക്കെ, നമ്മളൊരു കാര്യം അവർക്ക് കൊടുക്കുന്നു, അത് കംപ്ലീറ്റ് ആക്കി അതിന്റെ താക്കോൽ നമുക്ക് തരുന്നു. ഓക്കെ, അപ്പൊ അതാണ് ടേൺകീ എന്ന് പറയുന്ന, ഇതാണ് ഇതിന്റെ ആൻസർ. ഓക്കെ, ഇനി നാലാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഗവൺമെന്റ് പോളിസി റിലേറ്റിംഗ് ടു പബ്ലിക് എക്സ്പെൻഡിച്ചർ. ഓക്കെ, പബ്ലിക് എക്സ്പെൻഡിച്ചറുമായി ബന്ധപ്പെട്ട ഗവൺമെന്റ് പോളിസിയെ വിളിക്കുന്ന പേര് ഫിസ്ക്കൽ പോളിസി എന്നാണ്. ഓക്കെ, ഫിസ്ക്കൽ പോളിസി. ഇനി മോണിറ്ററി പോളിസി എന്ന് പറയുന്നത് നമ്മുടെ സെൻട്രൽ ബാങ്കിന്റെ RBIയുടെ പോളിസിയാണ് മോണിറ്ററി പോളിസി എന്ന് പറയുന്നത്. ഗവൺമെന്റിന്റെ പോളിസിയാണ് ഫിസ്ക്കൽ പോളിസി. ടാക്സുമായി റിലേറ്റ് ചെയ്ത പോളിസിയും ഫിസ്ക്കൽ പോളിസിയാണ്. ഓക്കെ, ഇനി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എപ്പോഴാണ് WTO നിലവിൽ വന്നത്? WTOയുടെ ഫുൾ ഫോം എന്താണ്? WTO വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ എന്നാണ് WTO നിലവിൽ വന്നത്? 1995 ജനുവരിയിലാണ് WTO നിലവിൽ വന്നത്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. The term used to denote relaxation of government control in all areas of the economy is. ഓക്കെ, നമ്മുടെ എക്കണോമിയിലെ എല്ലാ ഏരിയയിലും ഗവൺമെന്റ് കൺട്രോൾ കുറയ്ക്കുന്നതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്താണ്? ആൻസർ ലിബറലൈസേഷൻ അല്ലെങ്കിൽ ഉദാരവൽക്കരണം. ഓക്കെ, ഇതാണ് ഇതിന്റെ ആൻസർ. ഓക്കെ, അപ്പൊ ഇത്രയാണ് 1 മാർക്കിന്റെ ചോദ്യങ്ങളും അതിന്റെ ആൻസർ. ഒന്നുകൂടി പറയാം. കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 2019 കവർ ചെയ്യാത്ത റൈറ്റ്സ് ഏതാണ്? ആൻസർ റൈറ്റ് ടു പ്രോഫിറ്റ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. വെൻ എ ബിസിനസ് പ്രയോറിറ്റൈസ് കൺസ്യൂമർ സാറ്റിസ്ഫാക്ഷൻ ഇറ്റ് റിഫ്ലക്ട് എ വാല്യൂ സിസ്റ്റം ഫോക്കസ്ഡ് ഓൺ കൺസ്യൂമർ സെൻട്രിസിറ്റി. മൂന്നാം ക്വസ്റ്റ്യൻ. എ കമ്പനി അസൈൻ എ ഫോറിൻ കമ്പനി ടു ഡിസൈൻ ആൻഡ് ഡെവലപ്പ് എ ബിസിനസ് പ്രോജക്റ്റ് ഇൻ ഫോറിൻ കൺട്രി ഈസ് ടേംഡ് ആസ്. ആൻസർ ടേൺകീ പ്രോജക്റ്റ്. ഓക്കെ, ഇനി നാലാമത്തെ ക്വസ്റ്റ്യൻ. ഗവൺമെന്റ് പോളിസി റിലേറ്റിംഗ് ടു പബ്ലിക് എക്സ്പെൻഡിച്ചർ ഈസ്. ഏതാണ് ആൻസർ? ഫിസ്ക്കൽ പോളിസി. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ. WTO എന്നാണ് നിലവിൽ വന്ന 1995. ആറാമത്തെ ക്വസ്റ്റ്യൻ. ദ ടേം യൂസ്ഡ് ടു ഡിനോട്ട് റിലാക്സേഷൻ ഓഫ് ഗവൺമെന്റ് കൺട്രോൾ ഇൻ ആൾ ഏരിയാസ് ഓഫ് ദി എക്കണോമി. ആൻസർ ലിബറലൈസേഷൻ. ഓക്കെ, അപ്പൊ ഇത്രയാണ് 1 മാർക്ക് ക്വസ്റ്റ്യൻസ്. ഇനി നമുക്ക് 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻസിലോട്ട് കടക്കാം. അപ്പൊ ഏഴാമത്തെ ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് മീൻ ബൈ ബിസിനസ് എൻവയോൺമെന്റ്? നമ്മൾ പ്രതീക്ഷിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ് ബിസിനസ് എൻവയോൺമെന്റ്. അപ്പൊ ബിസിനസ് എൻവയോൺമെന്റ് എന്ന് വെച്ചാൽ എന്താണ്? ഒരു ബിസിനസ് എന്റർപ്രൈസസിന്റെ പെർഫോമൻസിനെ അഫക്ട് ചെയ്യുന്ന എല്ലാ ഇൻഡിവിജ്വൽ, ഇൻസ്റ്റിറ്റ്യൂഷൻ, അതർ ഫോഴ്സസിനെയും കൂടി ചേർത്ത് നമ്മൾ ബിസിനസ് എൻവയോൺമെന്റ് എന്ന് വിളിക്കുന്നു. ഓക്കെ, ബിസിനസ് എൻവയോൺമെന്റ് നമ്മൾ 2 തിരിക്കും. ഇന്റേണൽ എൻവയോൺമെന്റ് എന്നും എക്സ്റ്റേണൽ എൻവയോൺമെന്റ് എന്നും. എക്സ്റ്റേണൽ എൻവയോൺമെന്റിനെ വീണ്ടും 2 തിരിക്കും. മൈക്രോ എൻവയോൺമെന്റ് എന്നും മാക്രോ എൻവയോൺമെന്റ് എന്നും. ഓക്കെ, അടുത്താണ് വൈ CSR ഈസ് ഇമ്പോർട്ടന്റ് ഫോർ ബിസിനസ്. ഓക്കെ, അപ്പൊ CSR എന്ന് വെച്ചാൽ എന്താണ്? കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. ഒരു ബിസിനസ്
ബിസിനസ് സൊസൈറ്റിയിലാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ ആ ബിസിനസ്സിന് എന്തുണ്ട്, സൊസൈറ്റിയോട് ഒരുപാട് കടമകൾ ഉണ്ട്. അതിനാണ് നമ്മൾ CSR എന്ന് പറയുന്നത്. ഓക്കെ, കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. ആ ബിസിനസ് ഏറ്റെടുത്ത് നടത്തുന്ന ചാരിറ്റി വെൽഫെയർ ആക്ടിവിറ്റിയാണ് CSRൽ വരുന്നത്. അതിന്റെ ബെസ്റ്റ് എക്സാമ്പിൾ നമ്മുടെ ടാറ്റ പോലുള്ള കമ്പനീസ് തന്നെയാണ്. ഒട്ടുമിക്ക എല്ലാ കമ്പനിക്കും CSR ആക്ടിവിറ്റി ഉണ്ടെങ്കിൽ ടാറ്റ എന്താണ് എപ്പോഴും നമ്മുടെ മനസ്സിൽ ഓർമ്മ വരുന്നത് ഏതായിരിക്കും, ടാറ്റ ആയിരിക്കും. ഓക്കെ, അപ്പം ഈ CSR എന്തുകൊണ്ട് ഒരു കമ്പനിക്ക് അല്ലെങ്കിൽ ഒരു ബിസിനസ്സിന് ഇമ്പോർട്ടൻ്റ് ആണ് എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഒന്നാമതായിട്ട് പറയാവുന്ന എസിസ്റ്റൻസ് ആൻഡ് ഗ്രോത്ത്. ഒരു ബിസിനസ്സിന് നിലനിന്ന് പോകണമെങ്കിൽ അല്ലെങ്കിൽ വളർച്ച ഉണ്ടാവണമെങ്കിൽ അത് എന്ത് ചെയ്യണം, നല്ല രീതിയിലുള്ള CSR ആക്ടിവിറ്റീസ് നടത്തിയിരിക്കണം. സൊസൈറ്റിയുടെ അതിന് ഒരുപാട് കടമകളുണ്ട്. ആ കടമകൾ നിറവേറ്റിയാൽ മാത്രമേ ആ ബിസിനസ്സിന് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുള്ളൂ. ഓക്കെ, പിന്നെ നമുക്ക് പറയാനുള്ളത് കൺസ്യൂമർ ട്രസ്റ്റ് ആൻഡ് ലോയൽറ്റി. അപ്പം കസ്റ്റമേഴ്സ് നമ്മുടെ അടുത്തൊരു വിശ്വാസ്യത ഉണ്ടാവണം എങ്കിൽ എന്ത് ചെയ്യണം, ഇതുപോലുള്ള CSR ആക്ടിവിറ്റീസ് നടത്തണം. ഇപ്പൊ ടാറ്റ എന്ന് പറയുന്ന ബ്രാൻഡിനോട് പലർക്കും ഇമോഷണൽ ആയിട്ട് ഭയങ്കര അറ്റാച്ച്മെന്റ് ഉള്ള ഒരു ബ്രാൻഡ് ആയിരിക്കും. കാര്യം എന്ന് വെച്ചാൽ അവർ നടത്തുന്ന ഈ വെൽഫെയർ ആക്ടിവിറ്റീസ് മൂലമാണ്. ഓക്കെ, ഇനി റെഗുലേറ്ററി കംപ്ലൈൻസ്. അപ്പൊ നല്ല രീതിയിൽ CSR ആക്ടിവിറ്റീസ് ഒക്കെ നടത്തുന്ന കമ്പനിക്ക് സൊസൈറ്റിയെ കൂടി കൺസിഡർ ചെയ്ത് പ്രവർത്തിക്കുന്ന ഒരു ബിസിനസ് ഓർഗനൈസേഷന് എന്ത് ചെയ്യാൻ സാധിക്കും, ലീഗൽ ആയിട്ടുള്ള നടപടികൾ ഒഴിവാക്കാനായിട്ട് സാധിക്കും. കാര്യം അവരെന്താണ് റൂൾസും റെഗുലേഷനും ഒക്കെ പാലിച്ച് എൻവയോൺമെന്റിനൊന്നും ദോഷം വരുത്താത്ത രീതിയിലായിരിക്കും പ്രവർത്തിക്കുന്നത്. ഓക്കെ, അടുത്തത് സോഷ്യൽ ഇമ്പാക്റ്റ്. അതായത് പ്രോവർട്ടി, എഡ്യൂക്കേഷൻ, ക്ലൈമാറ്റിക് ചേഞ്ച് മൂലം ഉണ്ടാകുന്ന പ്രശ്നം, ഇതൊക്കെ പരിഹരിക്കാൻ എന്ത് ചെയ്യുന്നു, CSR ആക്ടിവിറ്റീസ് സഹായിക്കുന്നു. ഇപ്പൊ നമ്മുടെ പ്രളയവും മണ്ണിടിച്ചിലും ഒക്കെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും ബിസിനസ് ഓർഗനൈസേഷൻ എന്ത് ചെയ്യുന്നു, ഇപ്പൊ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലോട്ട് ഫണ്ട് കൊടുക്കുന്നു. ഇത്തരം ആക്ടിവിറ്റീസ് ഒക്കെ CSRൽ വരുന്ന കാര്യങ്ങളാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, എ മാനുഫാക്ചർ ഇൻ Maharashtra sell goods worth ₹1,000 to retail within the same state. Calculate the total GST amount payable if GST rate is 18%. How is this amount divided between CGST and SGST? അപ്പോൾ നമ്മുടെ GST എന്ന് ചോദിച്ചൊരു പ്രോബ്ലം ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. കാര്യം തിയറി പേപ്പറിൽ പ്രോബ്ലം വരുന്നത് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കൂല. ഓക്കെ, അപ്പം GST എന്ന് വെച്ചാൽ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്. ഓക്കെ, അപ്പം GSTയിൽ രണ്ട് രീതിയിൽ വരാൻ കേട്ടാ, ഇന്റർ സ്റ്റേറ്റും ഇൻട്രാ സ്റ്റേറ്റും. ആദ്യം നമുക്ക് ഇൻട്രാ സ്റ്റേറ്റ് എന്താണെന്ന് നോക്കാം. ഇപ്പോൾ ഒരു സ്റ്റേറ്റിനകത്ത് നടക്കുന്ന ട്രാൻസാക്ഷനാണ് നമ്മൾ ഇൻട്രാ സ്റ്റേറ്റ് ട്രാൻസാക്ഷൻ എന്ന് വിളിക്കുന്നത്. അതിപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ തിരുവനന്തപുരത്തുള്ള ഒരാൾ എന്ത് ചെയ്തു, കൊല്ലത്ത് നിന്ന് ഒരു സാധനം വാങ്ങി. ഇതെന്താണ്, കേരളം എന്ന് പറയുന്ന സ്റ്റേറ്റിനകത്ത് നടക്കുന്ന ട്രാൻസാക്ഷൻ ആണ് അല്ലേ, ഇതാണ് ഇൻട്രാ സ്റ്റേറ്റ്. ഇനി കേരളത്തിലുള്ള ഒരാൾ തമിഴ്നാട്ടിൽ നിന്ന് സാധനം വാങ്ങുന്നു, കേരളവും തമിഴ്നാടും തമ്മിൽ എന്ത് ചെയ്യുന്നു, ട്രാൻസാക്ഷൻ നടക്കുന്നു. ഇതിനെയാണ് നമ്മൾ ഇന്റർ സ്റ്റേറ്റ് ട്രാൻസാക്ഷൻ എന്ന് വിളിക്കുന്നത്. രണ്ട് സ്റ്റേറ്റുകൾ തമ്മിലുള്ള ട്രാൻസാക്ഷൻ. ഓക്കെ, അപ്പം ഇൻട്രാ സ്റ്റേറ്റും ഉണ്ട്, ഇന്റർ സ്റ്റേറ്റും ഉണ്ട്. ഓക്കെ, ഈ ഇൻട്രാ സ്റ്റേറ്റിനകത്ത് വരുന്നതാണ് ഏതെന്ന് പറയുന്ന CGSTയും SGST അല്ലെങ്കിൽ UTGST. ഓക്കെ, UTGST എന്ന് പറയുന്നു. ഓക്കെ, ഇനി ഇന്റർ സ്റ്റേറ്റ് ആണെങ്കിൽ അവിടെ വരുന്നതാണ് IGST എന്ന് പറയുന്നത്, ഇന്റഗ്രേറ്റഡ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്. ഓക്കെ, IGST. ഓക്കെ, അപ്പൊ ഇവിടെ എന്താണ്, ഈ ക്വസ്റ്റ്യനിൽ സെയിം സ്റ്റേറ്റിലാണ് എന്ത് ചെയ്യുന്ന ആ ഒരു ട്രാൻസാക്ഷൻ നടക്കുന്നത്. നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് സെയിം സ്റ്റേറ്റ് ആണ്. അപ്പം അവിടെ രണ്ട് GST ആപ്ലിക്കബിൾ ആവും, CGSTയും SGST. ഓക്കെ, നിങ്ങൾ സാധനം വാങ്ങുന്ന ബില്ലെടുത്ത് നോക്കുമ്പോൾ അതിൽ കാണിച്ചേക്കും CGST എന്നും SGST എന്നും അതിൽ പ്രത്യേകം എഴുതിക്കും. ഒരു എക്സാമ്പിൾ ഞാൻ ഇവിടെ കാണിച്ചേക്കാം, അത് നോക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ 18% ടോട്ടൽ GST എന്ന് പറയുന്നത്. അപ്പോൾ ഈ 18%-ൽ 9% CGSTയും 9% എന്തായിരിക്കും, SGSTയും ആയിരിക്കും. 9% CGST, 9% SGSTയും ആയിരിക്കും. ഓക്കെ, അപ്പം ഇവിടെ 1,00,000 രൂപയാണ് സാധനം വിറ്റത് അല്ലേ, അതിന്റെ 18%ആണ് GST. അതായത് 9,000 രൂപ, 9% 9,000 രൂപ CGST, ഇത് ആർക്ക് പോകും, സെൻട്രൽ ഗവൺമെന്റിന് പോകും. 9,000 രൂപ SGST, സ്റ്റേറ്റ് ഗവൺമെന്റിന് പോകും. അപ്പൊ ഇവിടെ GSTയുടെ എമൗണ്ട് എന്ന് പറയുന്നത് 1,00,000ന്റെ 18%, അതായത് എത്ര രൂപ, 18,000 രൂപ. ഓക്കെ, ഇതിനെ നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യും. 9,000 രൂപ CGSTയും 9,000 രൂപ SGST.
ഓക്കെ, ഇത് മഹാരാഷ്ട്ര ഒരു സ്റ്റേറ്റ് ആയതുകൊണ്ടാണ് GST. ഇന്ന് ലക്ഷദ്വീപ് പോലത്തെ യൂണിയൻ ടെറിട്ടറി ആയിരുന്നെങ്കിൽ അവിടെ UT GST ആയിരിക്കും ആപ്ലിക്കബിൾ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് എന്ത് ചെയ്യാം, നമുക്ക് പോകാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ഐഡന്റിഫൈ 2 economic factors that can influence business operation. Explain how it specifically impact decision making and operational strategy within a business. ഓക്കെ, അപ്പോൾ നമ്മുടെ ബിസിനസ് ഓപ്പറേഷനെ അഫക്റ്റ് ചെയ്യുന്ന 2 എക്കണോമിക് ഫാക്ടേഴ്സിനെ കുറിച്ച് എഴുതാനാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, നമുക്ക് പറയാവുന്നത് ഒന്നാമത്തെ ഇൻഫ്ലേഷൻ അല്ലേ. ഇൻഫ്ലേഷൻ എന്ന് വെച്ചാൽ എന്താണ്, പണപ്പെരുപ്പം. ആളുകളുടെ കയ്യിൽ ഒരുപാട് പൈസ വരുന്ന അവസ്ഥയാണ് നമ്മൾ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇൻഫ്ലേഷന്റെ ഫലമായിട്ട് എന്ത് ചെയ്യും, സാധനങ്ങളുടെ വില കൂടും അല്ലേ. അപ്പം എന്ത് ചെയ്യുന്നു, എല്ലാ സാധനങ്ങളുടെ എക്കണോമിയിൽ എല്ലാ സാധനങ്ങളുടെ വില എന്ത് ചെയ്യുന്നു, കൂടുന്ന ഒരു അവസ്ഥയിലോട്ട് പോകും. ഓക്കെ, അപ്പം ഇതെന്ത് ചെയ്യുന്നു, ബിസിനസിനെ അഫക്റ്റ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ് എന്ന് പറയുന്നത് ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. ഇനി ഇൻട്രസ്റ്റ് റേറ്റ്. ഇപ്പം ഇൻട്രസ്റ്റ് റേറ്റ് കൂടുന്ന സമയത്ത് ആൾക്കാർ എന്ത് ചെയ്യുന്നു, ലോൺ എടുക്കുന്നത് കുറയ്ക്കുന്നു അല്ലേ. ഇനി ഇൻട്രസ്റ്റ് റേറ്റ് കുറയുന്ന സമയത്തോ ആൾക്കാർ ഒരുപാട് ലോൺ എടുക്കും. അതിന്റെ ഫലമായിട്ട് എന്ത് ചെയ്യുന്നു, ഒരുപാട് സാധനങ്ങൾ വാങ്ങുന്നു. അപ്പം നമ്മുടെ രാജ്യത്തുള്ള ബിസിനസ് എന്ത് ചെയ്യുന്നു, എക്സ്പാൻഡ് ചെയ്യുന്നു. ഇത്തരം മാറ്റങ്ങൾ അല്ലെങ്കിൽ ഇത്തരം സംഭവങ്ങൾ ഇവിടെ എന്തുണ്ടാവുന്നു, എക്കണോമിയിൽ ഉണ്ടാവുന്നു. ഇത്തരം ഇമ്പാക്റ്റുകൾ എക്കണോമിയിൽ ഉണ്ടാവും. ഇനി അടുത്താണ് എക്സ്ചേഞ്ച് റേറ്റ്. എക്സ്ചേഞ്ച് റേറ്റ് എന്ന് വെച്ചാൽ എന്താണ്, ഇപ്പം $1 എത്ര രൂപ, അതിനാണ് നമ്മൾ എന്ന് പറയുന്നത് എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറയുന്നത്. അപ്പൊ എക്സ്ചേഞ്ച് റേറ്റ് എന്ത് ചെയ്യും, ബിസിനസിനെ അഫക്റ്റ് ചെയ്യുന്ന എക്കണോമിക് ഫാക്ടർ ആണ്. ഇപ്പോൾ ഒരു രാജ്യത്തിന്റെ കറൻസി സ്ട്രോങ്ങർ ആയിട്ടുള്ള കറൻസി ആണെങ്കിൽ അതിന്റെ ഇമ്പോർട്ട് എന്ന് പറയുന്നത് ലെസ് എക്സ്പെൻസീവ് ആയിരിക്കും. നമുക്ക് എന്താണ്, വളരെ ചെലവ് കുറച്ച് സാധനങ്ങൾ ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ സാധനങ്ങൾ കൂടിയ വിലയ്ക്ക് എക്സ്പോർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി നമ്മുടെ കറൻസി എന്ന് പറയുന്നത് വീക്കർ ആണെങ്കിൽ ഇതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് സംഭവിക്കും. ഓക്കെ, അപ്പൊ ഇതിൽ ഏതെങ്കിലും 2 ഫാക്ടേഴ്സ് നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. ഇൻഫ്ലേഷൻ വരും, ഇൻട്രസ്റ്റ് റേറ്റ്, എക്സ്ചേഞ്ച് റേറ്റ്, ഇതൊക്കെയാണ് പ്രധാനമായിട്ടും വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ആൻ ഇന്ത്യൻ കമ്പനി പ്ലാൻ ടു എക്സ്പോർട്ട് ഇറ്റ് പ്രോഡക്റ്റ് ടു ആഫ്രിക്കൻ കൺട്രി, വാട്ട് ആർ ദ പോസിബിൾ ചലഞ്ചസ്? ഒരു ഇന്ത്യൻ കമ്പനി അതിന്റെ സാധനങ്ങൾ ആഫ്രിക്കൻ രാജ്യങ്ങളിലോട്ട് കയറ്റുമതി ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്യാണ്. അപ്പൊ എന്തൊക്കെ ചലഞ്ചസ് ആണ് അവിടെ ഉണ്ടാവാൻ സാധ്യത ഉള്ളത്? ഒന്നാമത് കൾച്ചറൽ ആൻഡ് ലാംഗ്വേജ് ബാരിയേഴ്സ്. ഇപ്പൊ ഇന്ത്യയിലുള്ള കൾച്ചർ ആയിരിക്കില്ല ഇവിടെ ആഫ്രിക്കയിൽ, ഇന്ത്യയിലുള്ള ലാംഗ്വേജസ് ആയിരിക്കില്ല ആഫ്രിക്കയിൽ. അപ്പൊ ഇത് മൂലമുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാം. രണ്ടാമതാണ് ലീഗൽ കംപ്ലൈൻസ്. അപ്പം ഇന്ത്യയിലുള്ള നിയമങ്ങളായിരിക്കില്ല ആഫ്രിക്കയിൽ എന്ന് പറയുന്ന, ആഫ്രിക്കയിലുള്ള നിയമമായിരിക്കില്ല ഇന്ത്യയിൽ. അപ്പൊ ഇത്തരം വ്യത്യാസങ്ങൾ എന്ത് ചെയ്യും, ബിസിനസ്സിനെ അഫക്റ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അടുത്ത പൊളിറ്റിക്കൽ ആൻഡ് എക്കണോമിക് ഇൻസ്റ്റെബിലിറ്റി. ഇപ്പൊ ആഫ്രിക്കൻ രാജ്യങ്ങളാണെങ്കിൽ പൊളിറ്റിക്കലും അല്ലെ എക്കണോമിക് ഇൻസ്റ്റെബിലിറ്റീസ് ഒരുപാട് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അതെന്ത് ചെയ്യും, ആ ബിസിനസ്സിനെ അഫക്റ്റ് ചെയ്യും. പിന്നെ വരുന്നതാണ് കറൻസി ആൻഡ് പേയ്മെന്റ് റിസ്ക്. ഇപ്പം ആ 2 രാജ്യങ്ങൾ തമ്മിലുള്ള ട്രാൻസാക്ഷൻ ആകുമ്പം അവിടെ എന്ത് ചെയ്യും, എക്സ്ചേഞ്ച് റേറ്റ് റിസ്ക് കൂടുതലാണ്. എക്സ്ചേഞ്ച് റേറ്റിലുള്ള ഫ്ലക്ച്വേഷൻസ് എന്ത് ചെയ്യും, ബിസിനസിന്റെ പ്രോഫിറ്റിനെ അഫക്റ്റ് ചെയ്യും. പിന്നെ മാർക്കറ്റ് നോളജ്, കൺസ്യൂമർ അണ്ടർസ്റ്റാൻഡിങ്. ഇപ്പം ഇന്ത്യയിലുള്ള ആൾക്കാർക്ക് മാർക്കറ്റ് നോളജും എഡ്യൂക്കേഷനും കൂടുതലായിരിക്കും. പക്ഷെ ആഫ്രിക്കയിലുള്ള ആൾക്കാർക്ക് ഇത്രയും ഉണ്ടാവണമെന്ന് ഇല്ല. അപ്പൊ അതനുസരിച്ചുള്ള വ്യത്യാസങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും, ആ ബിസിനസ് ആ രാജ്യത്ത് വരുത്തേണ്ടതായിട്ട് വരും. ഇത്രയാണ് ഇതിന്റെ ആൻസർ. ഇനി നമുക്ക് 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻസിലോട്ട് പോവാം. 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻസിലോട്ട് വരുന്ന സമയത്ത് അവിടെ നിങ്ങൾക്ക് ചോയ്സ് ഉണ്ട്. ഇവിടെ നോക്കിയാൽ മതി. 12ാമത്തെ ക്വസ്റ്റ്യനിൽ എ ഉണ്ട്, ബി ഉണ്ട്. ഏതെങ്കിലും ഒരെണ്ണം നിങ്ങൾ എന്തായാൽ മതി ആൻസർ ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് മൈക്രോ എൻവയോൺമെന്റ് ഇൻ എ ബിസിനസ്? മൈക്രോ എൻവയോൺമെന്റിനെ കുറിച്ചാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്കറിയാം ബിസിനസ് എൻവയോൺമെന്റിനെ നമ്മൾ 2ആയിട്ട് ക്ലാസിഫൈ ചെയ്യും. ഏതൊക്കെയാണ്, ഇന്റേണൽ എൻവയോൺമെന്റും എക്സ്റ്റേണൽ എൻവയോൺമെന്റും. ഈ എക്സ്റ്റേണൽ എൻവയോൺമെന്റ് നമ്മൾ വീണ്ടും ക്ലാസിഫൈ ചെയ്യും മൈക്രോ എൻവയോൺമെന്റും മാക്രോ എൻവയോൺമെന്റ്. ഓക്കെ, അപ്പൊ മൈക്രോ എൻവയോൺമെന്റ് എന്ന് വെച്ചാൽ എന്താണ്, ബിസിനസ്സിൽ ഡയറക്റ്റ് ഇമ്പാക്ട് ഉണ്ടാക്കുന്ന ഫാക്ടേഴ്സിനാണ് നമ്മൾ മൈക്രോ എൻവയോൺമെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതിൽ വരുന്നതാണ് സപ്ലയേഴ്സ് ഓഫ് ഇൻപുട്ട്, കസ്റ്റമേഴ്സ്, മാർക്കറ്റിംഗ് ഇന്റർമീഡിയറീറ്റ്സ്, കോമ്പറ്റീറ്റേഴ്സ്, പബ്ലിക് തുടങ്ങിയവ. അത് നമുക്ക് 12ലെ ബി നോക്കാം. ഹൗ ഡു സപ്ലയേഴ്സ് ഇമ്പാക്ട് ദ മൈക്രോ എൻവയോൺമെന്റ് ഓഫ് എ ബിസിനസ്?
ഓക്കെ, അപ്പം നമ്മൾ മൈക്രോ എൻവയോൺമെന്റിനെ കുറിച്ച് നേരത്തെ പറഞ്ഞു. ഇനി ആ മൈക്രോ എൻവയോൺമെന്റിൽ വരുന്ന ഒരു കമ്പോണന്റ് ആണ് സപ്ലയർ എന്ന് പറയുന്നത്. അപ്പൊ സപ്ലയർ എങ്ങനെയാണ് ബിസിനസിന്റെ മൈക്രോ എൻവയോൺമെന്റിനെ ഇമ്പാക്ട് ചെയ്യുന്നതെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പം നമ്മുടെ മൈക്രോ എൻവയോൺമെന്റിനെ ഇമ്പാക്ട് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ഫാക്ടറാണ് സപ്ലയർ എന്ന് പറയുന്നത്. നമ്മുടെ ബിസിനസ്സിന് വേണ്ട റോ മെറ്റീരിയൽസ് അല്ലെങ്കിൽ റിസോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്ന ആരാണ്? ഈ സപ്ലയർ ആണ്. അപ്പോൾ സപ്ലയർ നമ്മൾ കൃത്യമായിട്ട് റിസോഴ്സസ് അല്ലെങ്കിൽ റോ മെറ്റീരിയൽസ് പ്രൊവൈഡ് ചെയ്തില്ലെങ്കിൽ നമ്മുടെ ബിസിനസ്സിന് എന്ത് ചെയ്യാൻ പറ്റില്ല, പ്രൊഡക്ഷൻ നടത്താൻ സാധിക്കില്ല. അതിൻ്റെ ഫലമായിട്ട് എന്ത് ചെയ്യും, ബിസിനസ് തകർച്ചയിലോട്ട് പോകും. ഓക്കെ, അപ്പം എപ്പോഴും ഒരു ഫേമിന് ഒന്നിലധികം സപ്ലയേഴ്സ് ഉണ്ടായിരിക്കുന്നത് നല്ലതാണ്. കാരണം എന്താണ്, ഒരു സപ്ലയർ നമുക്ക് സാധനം തന്നില്ലെങ്കിലും മറ്റേ സപ്ലയറിൽ നിന്ന് നമുക്ക് എന്ത് പറ്റും, സാധനം നേടാനായിട്ട് സാധിക്കും. ഓക്കെ, ഇനി നമുക്ക് 13ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 13ലും 2 ക്വസ്റ്റ്യൻ ഉണ്ട്, എയും ബിയും. ഏതെങ്കിലും ഒരെണ്ണം എഴുതിയാൽ മതി. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം 13 എ നോക്കാം. ഹൗ ക്യാൻ സ്മാൾ ബിസിനസ് ഗ്രോ ഇൻ കറണ്ട് ഇന്ത്യൻ എക്കണോമി? അപ്പൊ നിലവിലെ ഇന്ത്യൻ എക്കണോമിയിൽ സ്മാൾ ബിസിനസ്സിന് എങ്ങനെയാണ് ഗ്രോ ചെയ്യാൻ സാധിക്കുന്നത്? നമുക്ക് ആൻസർ നോക്കാം. അപ്പം നമ്മുടെ ഇന്ത്യൻ എക്കണോമിയുടെ ഒരു ബാക്ക് ബോൺ ആയിട്ട് നമുക്ക് എന്ത് പറയാം, സ്മാൾ ബിസിനസ് എന്ന് പറയാം. ഇന്ത്യ പോലുള്ള ഒരു രാജ്യത്തിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത് എന്നാണ് ഇത്തരത്തിലുള്ള സ്മാൾ ബിസിനസ്സുകൾ ആണ്. കാര്യം ഒരുപാട് എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കും, വലിയ വലിയ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് വേണമെന്ന് ഇല്ല. ഓക്കെ, അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഒന്നാമത്തെ, അഡോപ്ഷൻ ഓഫ് ന്യൂ ടെക്നോളജി. അപ്പം ഇന്ത്യയിലെ സ്മാൾ ബിസിനസ്സുകൾ എന്ത് ചെയ്യുക, പുതിയ പുതിയ ടെക്നോളജീസ് അഡോപ്റ്റ് ചെയ്യുക. അപ്പം ഡിജിറ്റൽ പേയ്മെന്റ്സ്, സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ്, ഇത്തരത്തിലുള്ള പുതിയ പുതിയ ടെക്നോളജീസ് എന്ത് ചെയ്യുക, അഡോപ്റ്റ് ചെയ്യുക. പിന്നെ ഗവൺമെന്റ് സപ്പോർട്ടൊക്കെ എന്ത് ചെയ്യുക, നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തുക. ഇപ്പം PM മുദ്ര യോജന, സ്റ്റാർട്ടപ്പ് ഇന്ത്യ, ഇത്തരം ബെനിഫിറ്റുകൾ എന്ത് ചെയ്യുക, മാക്സിമം യൂട്ടിലൈസ് ചെയ്യാം. അതുപോലെ തന്നെ സസ്റ്റൈനബിൾ ആൻഡ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് അല്ലെങ്കിൽ സോഷ്യൽ റെസ്പോൺസിബിലിറ്റിക്ക് ഊന്നൽ നൽകുന്ന ബിസിനസ്സിന് എന്ത് ചെയ്യാൻ പറ്റും, ഒരുപാട് നാൾ നിലനിൽക്കാനും ഒരുപാട് ഗ്രോ ചെയ്യാനും സാധിക്കും. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് അതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. ഇനി 13 ബി നോക്കാം. ഹൗ ക്യാൻ ഫാമിംഗ് ബിസിനസ് ഇംപ്രൂവ് പ്രൊഡക്ടിവിറ്റി ഇൻ ഇന്ത്യ? ഇന്ത്യയിൽ ഫാമിംഗ് ബിസിനസിന്റെ പ്രൊഡക്ടിവിറ്റി എങ്ങനെ നമുക്ക് കൂട്ടാനായിട്ട് സാധിക്കും? ആൻസർ നോക്കാം നമുക്ക്. ഒന്നാമത്തെ, അഡോപ്ഷൻ ഓഫ് മോഡേൺ ടെക്നോളജി. പുതിയ പുതിയ ടെക്നോളജീസ് എന്ത് ചെയ്യുക, ഇംപ്ലിമെന്റ് ചെയ്യുക. ഇപ്പം നമ്മൾ എന്ത് ചെയ്യുക, പുതിയ മെഷീനറീസ് ഉപയോഗിക്കുക, അല്ലെങ്കിൽ ട്രാക്ടർ പോലുള്ള മെഷീനറീസ് ഉപയോഗിക്കുക, ഡ്രിപ്പ് ഇറിഗേഷൻ, ഡ്രോൺ, ഇത്തരം ഫെസിലിറ്റീസ് എന്ത് ചെയ്യുക, ഉപയോഗിക്കുക. രണ്ടാമത്, എൻഹാൻസ്ഡ് അഗ്രികൾച്ചറൽ പ്രാക്ടീസസ്. ഇപ്പം ക്രോപ്പ് ഡൈവേഴ്സിഫിക്കേഷൻ, ഓർഗാനിക് ഫാമിംഗ് തുടങ്ങിയ കാര്യങ്ങൾ എന്ത് ചെയ്യുക. ക്രോപ്പ് ഡൈവേഴ്സിഫിക്കേഷൻ എന്ന് വെച്ചാൽ നമ്മൾ ഓരോ വർഷവും ഒരേ വിളവെന്ന കൃഷി ചെയ്തുകൊണ്ടിരുന്ന എന്ത് ചെയ്യും, മണ്ണിന്റെ ഫലപുഷ്ടി നഷ്ടപ്പെടും. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, ക്രോപ്പ് റൊട്ടേഷൻ ചെയ്യുക അല്ലെങ്കിൽ ഡൈവേഴ്സിഫിക്കേഷൻ കൊണ്ടുവരിക. ഓക്കെ, പിന്നെ ക്രോപ്പ് ഇൻഷുറൻസ്. ക്രോപ്പ് ഇൻഷുറൻസ് എടുക്കുന്നത് എന്താണ്, ഇപ്പം എന്ത് ചെയ്യുന്നു, വലിയ പ്രളയം അല്ലെങ്കിൽ വരൾച്ച ഇതൊക്കെ സംഭവിക്കുന്നത് പോലെ നമുക്കുണ്ടാകുന്ന നഷ്ടങ്ങൾ കുറയ്ക്കാനായിട്ട് സാധിക്കുന്നു. പിന്നെ എന്ത് ചെയ്യുക, ഡിജിറ്റൽ സൊല്യൂഷൻ. നമ്മുടെ അഗ്രിടെക് പ്ലാറ്റ്ഫോംസ് അവൈലബിൾ ആണ്. അതായത് നമുക്ക് ആപ്സും ഇത്തരം പ്ലാറ്റ്ഫോംസ് ഉപയോഗിച്ച് റിയൽ ടൈം ഡേറ്റ കിട്ടുന്നു. വെതറിനെ പറ്റിയും പ്രൈസിനെ പറ്റിയുള്ള റിയൽ ടൈം ഡേറ്റ നമുക്ക് കിട്ടുന്നു. അതുപോലെ തന്നെ ഈ മാർക്കറ്റ് പ്ലേസസ്, നമ്മുടെ സാധനങ്ങൾ എന്ത് ചെയ്യുക, ഇലക്ട്രോണിക്കലി സെയിൽ ചെയ്യാനുള്ള സൗകര്യങ്ങൾ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ മാക്സിമം എന്ത് ചെയ്യുക, യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് ഗ്രോ ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് 14ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ആദ്യം 14 എ. അൺലൈക്ക് ദ റോൾ ഓഫ് നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിൽ NDC ഇൻ ഷേപ്പിംഗ് ഇന്ത്യൻ എക്കണോമി. NDC അതായത് നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിൽ. ഓക്കെ, അതാണ് ഫുൾ ഫോം. അപ്പൊ ഇന്ത്യൻ എക്കണോമിയെ ഷേപ്പ് ചെയ്യുന്നതിൽ NDCയുടെ റോൾ എന്താണെന്ന് അനലൈസ് ചെയ്യാനാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ നമുക്ക് ആൻസർ നോക്കാം. അപ്പൊ ഇതിന്റെ എല്ലാം ഡീറ്റെയിൽ ആയിട്ടുള്ള ആൻസർ നമ്മുടെ വൈകോമേഴ്സിന്റെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ഉണ്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ടെക്സ്റ്റ് ബുക്ക് നല്ലപോലെ ഒന്ന് വായിക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് ആൻസർ നോക്കാം. ടു prescribe guidelines for the formulation of the national plan including the assessment of the resources for the plan. അടുത്തത്, to consider the national plan as formulated by the planning commission. അടുത്തത്, to consider important questions of social and economic policy affecting national development. നാലാമത്, to review the working of plan from time to time. അപ്പൊ ഇതൊക്കെയാണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പൊ ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള നോട്ട്സ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ഉണ്ട്. അതെന്ത് ചെയ്യാൻ നിങ്ങൾ നോക്കുക. ഇനി 14 ബി ആണ്. എക്സാമിൻ ദ റോൾ ഓഫ് നീതി ആയോഗ് ഇൻ ഷേപ്പിംഗ് ഇന്ത്യൻ എക്കണോമി.
ഓക്കെ, നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ടു ഇവോൾവ് എ ഷെയർഡ് വിഷൻ ഓഫ് നാഷണൽ ഡെവലപ്മെന്റ് പ്രയോറിറ്റീസ് സെക്ടർ ആൻഡ് സ്ട്രാറ്റജി വിത്ത് ദ ആക്റ്റീവ് ഇൻവോൾവ്മെന്റ് ഓഫ് സ്റ്റേറ്റ് ഇൻ ദ ലൈറ്റ് ഓഫ് നാഷണൽ ഒബ്ജക്റ്റീവ്. അടുത്തത് ടു ഫോസ്റ്റർ കോപ്പറേറ്റീവ് ഫെഡറലിസം ത്രൂ സ്ട്രക്ചേർഡ് സപ്പോർട്ട് ഇനിഷ്യേറ്റീവ് ആൻഡ് മെക്കാനിസം വിത്ത് സ്റ്റേറ്റ് കണ്ടിന്യൂസ്ലി റിക്കഗ്നൈസിംഗ് ദാറ്റ് സ്ട്രോങ് സ്റ്റേറ്റ് മേക്ക് എ സ്ട്രോങ് നാഷൻ. അപ്പോൾ കോപ്പറേറ്റീവ് ഫെഡറലിസം എന്ന് വെച്ചാൽ ഒന്നുമില്ല. ഫെഡറലിസം എന്ന് വെച്ചാൽ എന്താണ്? ഒരു രാജ്യവും ഒരുപാട് സ്റ്റേറ്റുകൾ ചേർന്ന് ഒരു രാജ്യം രൂപീകൃതമാവുന്നു. ഇതാണ് ഫെഡറലിസം. അപ്പം സ്റ്റേറ്റ് ഗവൺമെന്റും നാഷണൽ ഗവൺമെന്റും ഒരുമിച്ച് മുന്നോട്ട് പോവുക. ഓക്കെ, സ്റ്റേറ്റ് ഗവൺമെന്റ് ആശയങ്ങൾ കൂടി നാഷണൽ ഡെവലപ്മെന്റിൽ ഉൾപ്പെടുത്തുക. ഇതൊക്കെയാണ് എന്തെന്ന് പറയുന്നത് നീതി ആയോഗിന്റെ റോൾ അല്ലെങ്കിൽ ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത്. പിന്നെ വന്നിട്ട് ടു എൻഷുർ ഇൻ ഏരിയാസ് ദാറ്റ് ആർ സ്പെസിഫിക്കലി referred to it that the interest of national security are incorporated in economic strategy and policy. അടുത്തത് to pay special attention to the sections of our society that may be at a risk of not benefiting adequately from economic progress. അപ്പോൾ ഇതുപോലെ ഒരുപാട് പോയിന്റ്സ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ഉണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുക, അത് വായിച്ച് നോക്കുക. അപ്പോൾ ഇതാണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത നമുക്ക് 15ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ആദ്യം 15 എ. How do the objectives and functions of WTO influence global trade dynamics and member countries' economic policies? അപ്പോൾ WTOയുടെ ഒബ്ജക്റ്റീവ്സും ഫങ്ഷൻസും എങ്ങനെയാണ് ഗ്ലോബൽ ട്രേഡിനെയും മെമ്പർ കൺട്രീസിന്റെ എക്കണോമിക് പോളിസിയൊക്കെ അഫക്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതെന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ അതിന്റെ ആൻസർ നമുക്ക് നോക്കാം. ഒന്നാമത്തത് ദ WTO ഷാൽ ഫെസിലിറ്റേറ്റ് ദ ഇംപ്ലിമെന്റേഷൻ, അഡ്മിനിസ്ട്രേഷൻ ആൻഡ് operation and further the objectives of multilateral trade agreements and shall also provide framework for the implementation, administration, etc. Okay. രണ്ടാമതാണ് the WTO shall provide the forum for negotiation among its members concerning their multilateral trade relation in matters dealt with under the agreement. അടുത്തത് the WTO shall administer the understanding on rules and procedure governing the settlement of dispute. നാലാമത്തത് the WTO shall administer the trade review mechanism. അഞ്ചാമത്തെ to achieve greater coherence in global economic policy making, the WTO shall cooperate as appropriate with the IMF and IBRD and its affiliated agencies. IMF എന്ന് വെച്ചാൽ ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട്, IBRD ഇന്റർനാഷണൽ ബാങ്ക് ഫോർ റീകൺസ്ട്രക്ഷൻ ആൻഡ് ഡെവലപ്മെന്റ്, നമ്മുടെ വേൾഡ് ബാങ്ക്. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. ഇനി ഈ സെക്ഷനിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് അനലൈസ് ദ ഇമ്പാക്ട് ഓഫ് ഗ്ലോബലൈസേഷൻ ഓൺ ഇന്ത്യൻ എക്കണോമി. അപ്പൊ ഗ്ലോബലൈസേഷൻ ഇന്ത്യൻ എക്കണോമിയിൽ എന്തൊക്കെ ഇമ്പാക്റ്റ് ആണ് ഉണ്ടാക്കിയത്? ഓക്കെ, നമുക്ക് ആൻസർ നോക്കാം. ഒന്നാമത്തെ എക്കണോമിക് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ്. ഈ ഗ്ലോബലൈസേഷന് ശേഷം നമ്മുടെ ഇന്ത്യൻ എക്കണോമി എടുത്ത് നോക്കുകയാണെങ്കിൽ വലിയ രീതിയിലുള്ള ഒരു എക്കണോമിക് ഗ്രോത്തും ഡെവലപ്മെന്റും ഒക്കെ ഇന്ത്യൻ എക്കണോമിയിൽ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ ഇന്ന് കാണുന്ന പല കാര്യങ്ങളും ഇന്ത്യയിലോട്ട് വന്നത് ഈ ഒരു ഗ്ലോബലൈസേഷന്റെ ഭാഗമായിട്ടാണ്. നമ്മുടെ ഇന്ത്യൻ എക്കണോമിയിൽ ഇന്നും നടന്നുകൊണ്ടിരിക്കുന്ന എക്കണോമിക് ഗ്രോത്തിനും ഡെവലപ്മെന്റിനും വലിയൊരു റോള് ഗ്ലോബലൈസേഷൻ വഹിച്ചിട്ടുണ്ട്. അടുത്താണ് ട്രേഡ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ്. ഈ ഒരു ഗ്ലോബലൈസേഷൻ നടപ്പിലാക്കിയതിനു ശേഷം ഇന്ത്യയിൽ വലിയ രീതിയിൽ ട്രേഡിൽ ഇംപ്രൂവ്മെന്റ് ഉണ്ടായി. അതുപോലെ തന്നെ വലിയ രീതിയിലുള്ള ഇൻവെസ്റ്റ്മെന്റുകൾ ഇന്ത്യയിലോട്ട് വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ്, ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ ഇന്ത്യയിലോട്ട് വലിയ രീതിയിൽ കടന്നു വരാൻ തുടങ്ങി. അടുത്താണ് ടെക്നോളജി ആൻഡ് ഇൻവെസ്റ്റ്മെന്റ്. അതായത് ഈ ഗ്ലോബലൈസേഷൻ നടപ്പിലാക്കിയതോടുകൂടി മോഡേൺ ടെക്നോളജി, വിദേശ രാജ്യത്തുള്ള ടെക്നോളജീസ് ഇന്ത്യയിലോട്ട് കടന്നു വരുന്നതിന് കാരണമായി. അതുപോലെ തന്നെ പുതിയ പുതിയ ഇൻവെസ്റ്റ്മെന്റ് ആക്ടിവിറ്റീസും ഇന്ത്യയിൽ നടപ്പിലാവുന്നതിന് കാരണമായി. ഓക്കെ, അടുത്തത് എംപ്ലോയ്മെന്റ്. അപ്പൊ ഇതിന്റെ എല്ലാ ഫലമായിട്ട് ഇന്ത്യയിൽ എന്ത് ചെയ്തു? എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് കൂടി, ഒരുപാട് പേർക്ക് ജോലി കിട്ടുന്ന ഒരു അവസരം ഉണ്ടായി. അടുത്തത് ഇൻഫ്രാസ്ട്രക്ചർ. ഗ്ലോബലൈസേഷന്റെ ഫലമായിട്ട് ഇന്ത്യയിൽ എന്ത് ചെയ്തു? ഒരുപാട് ഇൻഫ്രാസ്ട്രക്ചറൽ ഡെവലപ്മെന്റ്സ് ഉണ്ടായി. ഇതെല്ലാം ഇന്ത്യൻ എക്കണോമിക്ക് ഗുണകരമായി തീർന്നു. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഇതിന്റെ ആൻസർ. ഇനി നമുക്ക് ലോങ് ആൻസർ ക്വസ്റ്റ്യൻസ് നോക്കാം. ലോങ് ആൻസർ ക്വസ്റ്റ്യൻസിനും ചോയ്സ് ഉണ്ട്. അതാണ്ട് ഇവിടെ 16A, B ഏതെങ്കിലും ഒരെണ്ണം എഴുതിയാൽ മതി, A അല്ലെങ്കിൽ B. ഓക്കെ, അപ്പൊ നമുക്ക് ഓരോ ക്വസ്റ്റ്യൻ ആയിട്ട് നോക്കാം. 16A എന്ന് പറയുന്ന വാട്ട് ഈസ് സോഷ്യൽ ഓഡിറ്റ് ആൻഡ് വൈ ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ഫോർ ബിസിനസ് ഓർഗനൈസേഷൻ. സോഷ്യൽ ഓഡിറ്റ് എന്ന് വെച്ചാൽ എന്താണ്, എന്തുകൊണ്ട് സോഷ്യൽ ഓഡിറ്റ് ബിസിനസ് ഓർഗനൈസേഷന് ഇമ്പോർട്ടൻ്റ് ആണ് എന്നതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് സോഷ്യൽ ഓഡിറ്റ് എന്താണെന്ന് നോക്കാം.
ഒരു കമ്പനിയുടെ സോഷ്യലും എത്തിക്കലും ആയിട്ടുള്ള പെർഫോമൻസിനെ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നതിനാണ് സോഷ്യൽ ഓഡിറ്റ് എന്ന് പറയുന്നത്. അതായത് ഒരു കമ്പനിക്ക് അതിൻ്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സിനോട്, അതായത് എംപ്ലോയീസിനോടും കസ്റ്റമേഴ്സിനോടും കമ്മ്യൂണിറ്റിയോടും ഒക്കെ ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. അപ്പം ആ റെസ്പോൺസിബിലിറ്റീസ് ആ കമ്പനി എന്ത് ചെയ്യുന്നുണ്ടോ, പാലിക്കുന്നുണ്ടോ എന്ന് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ സോഷ്യൽ ഓഡിറ്റ് എന്ന് പറയുന്നത്. ഇനി ഇതിന്റെ ഇമ്പോർട്ടൻസ് നോക്കുകയാണെങ്കിൽ എൻഷുർ അക്കൗണ്ടബിലിറ്റി ആൻഡ് ട്രാൻസ്പാരൻസി. സോഷ്യൽ ഓഡിറ്റ് എന്ത് ചെയ്യുന്നു, ഒരു കമ്പനിയിൽ അക്കൗണ്ടബിലിറ്റി എന്ന് വെച്ചാൽ ആൻസറബിലിറ്റി. ഓക്കെ, ഇപ്പൊ എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിയാൽ അതിനാരും മറുപടി പറയും. ഓക്കെ, മാനേജ്മെന്റ് ആൻസറബിൾ ആണോ അല്ലയോ എന്നുള്ള കാര്യം ഉറപ്പുവരുത്തുന്നു. അതുപോലെ തന്നെ ട്രാൻസ്പാരൻസി, സുതാര്യത എന്ത് ചെയ്യുന്നു, ഉറപ്പ് വരുത്തുന്നു. അടുത്തത് ഇംപ്രൂവ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് ട്രസ്റ്റ്. സ്റ്റേക്ക് ഹോൾഡർ എന്ന് പറയുമ്പോൾ ആരൊക്കെ വരും, എംപ്ലോയീസ് വരും, കസ്റ്റമേഴ്സ് വരും, കമ്മ്യൂണിറ്റി വരും, ഇവരെയൊക്കെ നമ്മൾ സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ സോഷ്യൽ ഓഡിറ്റ് നടത്തുന്നതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവരുടെയൊക്കെ ഒരു വിശ്വാസം ഉറപ്പുവരുത്താനായിട്ട് സാധിക്കും, അല്ലെങ്കിൽ വിശ്വാസം ഇംപ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കും. അടുത്ത ഹൈലൈറ്റ് ഏരിയ ഫോർ ഇംപ്രൂവ്മെന്റ് ഇൻ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. അപ്പോൾ സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയുമായി ബന്ധപ്പെട്ട്, ഒരു കമ്പനിയുടെ സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയുമായി ബന്ധപ്പെട്ട് ഏതൊക്കെ ഏരിയാസിലാണ് ഇംപ്രൂവ്മെന്റ് വേണ്ടതെന്ന് നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നു. അടുത്താണ് എൻഹാൻസ് റെപ്യൂട്ടേഷൻ ആൻഡ് ലോങ് ടൈം സസ്റ്റൈനബിലിറ്റി. അപ്പം സോഷ്യൽ ഓഡിറ്റ് നടത്തുന്നവരെ നമുക്ക് ഇത്തരം കാര്യങ്ങൾ അറിയാൻ പറ്റുകയും അതുവഴി കമ്പനിയുടെ അല്ലെങ്കിൽ ബിസിനസിന്റെ റെപ്യൂട്ടേഷനും ലോങ് ടൈം സസ്റ്റൈനബിലിറ്റിയും ഉറപ്പുവരുത്താനായിട്ട് സാധിക്കും. ഇത്രയാണ് ഇതിന്റെ ഇമ്പോർട്ടൻസ്. ഇനി 16 ബി നോക്കാം. വാട്ട് ഈസ് ബിസിനസ് എത്തിക്സ് ആൻഡ് വൈ ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ഫോർ ബിസിനസ് ഓർഗനൈസേഷൻ. ഓക്കെ, അപ്പം ബിസിനസ് എത്തിക്സ് എന്ന് വെച്ചാൽ എന്താണ്, ഒരു ബിസിനസ് ഓർഗനൈസേഷൻ പാലിക്കേണ്ട മോറൽ പ്രിൻസിപ്പിൾസിനെയാണ്, അല്ലെങ്കിൽ ബിസിനസ് ഓപ്പറേഷനെ ഗൈഡ് ചെയ്യുന്ന മോറൽ പ്രിൻസിപ്പിൾസിനെയാണ് നമ്മൾ ബിസിനസ് എത്തിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ബിസിനസ് എത്തിക്സ് എന്ന് വെച്ചാൽ എന്താണ്, ഒരു ബിസിനസ് ഓർഗനൈസേഷന്റെ ഓപ്പറേഷൻസിനെ ഗൈഡ് ചെയ്യുന്ന മോറൽ പ്രിൻസിപ്പിൾ, ധാർമ്മികമായിട്ടുള്ള തത്വങ്ങളാണ് നമ്മൾ ബിസിനസ് എത്തിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ബിസിനസ് എത്തിക്സ് എന്ത് ചെയ്യുന്നു, ഒരു ഓർഗനൈസേഷനിൽ ഫെയർനെസ്സും ഹോണസ്റ്റിയും ഇന്റഗ്രിറ്റിയും ഒക്കെ ഉറപ്പുവരുത്താൻ സഹായിക്കുന്നു. ഇനി ഇതിന്റെ ഇമ്പോർട്ടൻസ് നോക്കാം. ഒന്നാമത്തെ, ബിൽഡ് ട്രസ്റ്റ് എമംഗ് സ്റ്റേക്ക് ഹോൾഡേഴ്സ്. സ്റ്റേക്ക് ഹോൾഡേഴ്സിന്റെ ഇടയിൽ വിശ്വാസ്യത എന്ത് ചെയ്യുന്നു, ഉറപ്പ് വരുത്തുന്നു. ബിസിനസ് എത്തിക്സ് വഴി എന്ത് ചെയ്യുന്നു, ഒരു കമ്പനിക്ക് സ്റ്റേക്ക് ഹോൾഡേഴ്സിന്റെ ഇടയിൽ ട്രസ്റ്റ് ബിൽഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. അടുത്തത്, എൻഷുർ കംപ്ലൈൻസ് വിത്ത് ലോ ആൻഡ് റെഗുലേഷൻ. ബിസിനസ് എത്തിക്സ് പാലിക്കുന്നത് ഒരു ബിസിനസ് റൂൾസും റെഗുലേഷൻസും ഒക്കെ പാലിക്കുന്നുണ്ടെന്ന് നമുക്ക് ഉറപ്പുവരുത്താനായിട്ട് സാധിക്കുന്നു. അടുത്ത, പ്രൊമോട്ട് പോസിറ്റീവ് വർക്ക് എൻവയോൺമെന്റ്. ബിസിനസ് എത്തിക്സ് എന്ത് ചെയ്യുന്നു, ഒരു സ്ഥാപനത്തിൽ, ഒരു ബിസിനസ്സിൽ ഒരു പോസിറ്റീവ് വർക്ക് എൻവയോൺമെന്റ് പ്രൊമോട്ട് ചെയ്യുന്നു. ലാസ്റ്റത്തത്, സ്ട്രെങ്തൻ ലോങ് ടൈം പ്രോഫിറ്റബിലിറ്റി ആൻഡ് ബ്രാൻഡ് റെപ്യൂട്ടേഷൻ. ബിസിനസ് എത്തിക്സ് ഒരു സ്ഥാപനത്തിന്റെ ലോങ് ടൈം പ്രോഫിറ്റബിലിറ്റിയും ബ്രാൻഡ് റെപ്യൂട്ടേഷനെയും എന്ത് ചെയ്യുന്നു, സ്ട്രെങ്തൻ ചെയ്യുന്നു. ഇത്രയാണ് ഇതിന്റെ ഇമ്പോർട്ടൻസ്. ഇനി നമുക്ക് 17ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ആദ്യം 17 എ, ഹൗ GST ഈസ് ബെനിഫിഷ്യൽ ടു കൺസ്യൂമേഴ്സ്. GST എങ്ങനെയാണ് കൺസ്യൂമേഴ്സിന് ബെനിഫിഷ്യൽ ആവുന്നത്. അപ്പൊ നമ്മുടെ ടാക്സിനെ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്, ഡയറക്റ്റ് ടാക്സും ഇൻഡയറക്റ്റ് ടാക്സും. ഓക്കെ, ഈ ഡയറക്റ്റ് ടാക്സിൽ വരുന്നതാണ് നമ്മുടെ ഇൻകം ടാക്സ് എന്ന് പറയുന്ന. ഇൻഡയറക്റ്റ് ടാക്സിൽ വരുന്നതാണ് നമ്മുടെ GST, ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്. ഓക്കെ, ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്. അപ്പൊ ഈ GST 2017 ജൂലൈ 1 നിലവിൽ വന്നത്. അപ്പൊ അതുവരേക്കും ഇന്ത്യയിൽ നിലനിന്ന ഒരു സിസ്റ്റം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് ഇൻഡയറക്റ്റ് ടാക്സുകൾ ഉണ്ടായിരുന്നു. എന്നാൽ GST വന്നതോടുകൂടി ഈ ടാക്സുകൾ എടുത്തു കളയുകയും അതിന് പകരം ഒറ്റ ടാക്സ് വരികയും ചെയ്തു. അപ്പൊ ഇതിന്റെ ഫലമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ടാക്സുമായി ബന്ധപ്പെട്ട കോംപ്ലിക്കേഷൻസ് കുറയ്ക്കാനായിട്ട് സാധിച്ചു. അതുപോലെ തന്നെ ടാക്സിന്റെ അഡ്മിനിസ്ട്രേഷൻ കുറച്ചുകൂടെ എളുപ്പമാക്കാനായിട്ട് സാധിച്ചു. അപ്പൊ GST വഴി ഒരുപാട് പേർക്ക് ബെനിഫിറ്റ് ഉണ്ടായി. ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് GST മൂലം കൺസ്യൂമേഴ്സിന് എന്തൊക്കെ ബെനിഫിറ്റ് ഉണ്ടായെന്നാണ്. ഓക്കെ, അപ്പൊ എന്തൊക്കെ ബെനിഫിറ്റ് ആണ് ഉണ്ടായ, എലിമിനേറ്റ് കാസ്കേഡിംഗ് ടാക്സ്, റെഡ്യൂസ് പ്രോഡക്റ്റ് പ്രൈസ്. അതായത് മുമ്പത്തെ സിസ്റ്റം ആണെങ്കിൽ ഒരേ പ്രോഡക്റ്റിന് തന്നെ ഒരുപാട് ടാക്സ് നമ്മൾ കൊടുക്കേണ്ടി വരും, പലതരത്തിലുള്ള ടാക്സ് കൊടുക്കേണ്ടി വരും. അതാണ് കാസ്കേഡിംഗ് ടാക്സ് എന്ന് പറയുന്നത്. ടാക്സിന് മീതെ നമ്മൾ എന്ത് ചെയ്യണം, വീണ്ടും ടാക്സ് കൊടുക്കണം. അത് നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിച്ചു. ഇതിന്റെ ഫലമായിട്ട് സാധനങ്ങളുടെ വില നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിച്ചു. ഇത് കൺസ്യൂമേഴ്സിന് എന്തായി, ബെനിഫിറ്റ് ആയി. പിന്നെ സിംപ്ലിഫൈഡ് ടാക്സ് സിസ്റ്റം, ഇംപ്രൂവിങ് ട്രാൻസ്പാരൻസി. അപ്പൊ ടാക്സുമായി, ഇൻഡയറക്റ്റ് ടാക്സുമായി ബന്ധപ്പെട്ട ആ ഒരു കോംപ്ലിക്കേഷൻസ് ഒക്കെ മാറി കുറച്ചുകൂടെ സിമ്പിളായി. ഇതുവഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ട്രാൻസ്പാരൻസി ഇംപ്രൂവ് ചെയ്യാനായിട്ട് സാധിച്ചു. പിന്നെ GST വന്നതോടുകൂടി ബിസിനസ് സ്ഥാപനങ്ങളുടെ ഇടയിൽ കോമ്പറ്റീഷൻ കൂടി. ഇത് കൺസ്യൂമേഴ്സിന് എന്തായി, ബെനിഫിറ്റ് ആയി. കാരണം അവർക്ക് കുറഞ്ഞ വിലയ്ക്ക് ക്വാളിറ്റി പ്രോഡക്ട്സും സർവീസും കിട്ടാൻ തുടങ്ങി.
പിന്നെ യൂണിഫോം ടാക്സ് റേറ്റ്, എല്ലാ സ്റ്റേറ്റിലും യൂണിഫോം ടാക്സ് റേറ്റ് വരാനായിട്ട് തുടങ്ങി. അതായത് ഇപ്പം മുമ്പായിരുന്നെങ്കിൽ കേരളത്തിലും തമിഴ്നാട്ടിലൊക്കെ ഒരേ സാധനത്തിന് ഡിഫറൻറ്റ് ടാക്സ് റേറ്റ് ആയിരുന്നു. എന്നാൽ GST വന്നതോടുകൂടി എല്ലാം എന്ത് ചെയ്തു, എല്ലാ സ്റ്റേറ്റിലും ഒരേ ടാക്സ് റേറ്റ് ആവാനായിട്ട് തുടങ്ങി. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ ബെനിഫിറ്റ്. ഇനി 17B ഇതുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. GST എങ്ങനെയാണ് സ്റ്റേറ്റ് ഗവൺമെന്റിന് ബെനിഫിറ്റ് ഉണ്ടാക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിന്റെ ആൻസർ നമുക്ക് നോക്കാം. GST എന്ത് ചെയ്യുന്ന വെച്ചാൽ സ്റ്റേറ്റ് ഗവൺമെന്റിന് ഇൻകം കിട്ടും. നമ്മുടെ GSTയിലെ കമ്പോണന്റ് നേരത്തെ നോക്കിയായിരുന്നു. GSTയിൽ എന്തുണ്ട്, ഇപ്പൊ ഇൻട്രാ സ്റ്റേറ്റ് ട്രാൻസാക്ഷൻ ആണെങ്കിൽ CGST ഉണ്ട്, SGSTയും ഉണ്ട്, SGSTയും ഉണ്ട്. അപ്പൊ ഈ SGSTയുടെ ഇൻകം ആർക്കാണ് കിട്ടുന്നത്? സ്റ്റേറ്റ് ഗവൺമെന്റിനാണ് കിട്ടുന്നത്. അപ്പൊ സ്റ്റേറ്റ് ഗവൺമെന്റിന് ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഇൻകം കിട്ടുന്നു. പിന്നെ GST വഴി എന്ത് ചെയ്യുന്നു, ടാക്സിന്റെ ഈവിയേഷൻ എന്ന് വെച്ചാൽ ടാക്സ് വെട്ടിക്കുന്നതിന്റെ അളവ് എന്ത് ചെയ്തു, കുറയാനായിട്ട് തുടങ്ങി. ഇത് സ്റ്റേറ്റ് ഗവൺമെന്റ് ബെനിഫിറ്റ് ആണ്. പിന്നെ എക്കണോമിക് ഇന്റഗ്രേഷൻ, ഇന്റർ സ്റ്റേറ്റ് ട്രേഡ് തുടങ്ങിയവ GST പ്രൊമോട്ട് ചെയ്യാൻ തുടങ്ങി. ഇൻക്രീസ് സ്റ്റേറ്റ് ഷെയർ ഇൻ ഓവറോൾ GST റവന്യൂ, എല്ലാ സംസ്ഥാനങ്ങളിലും അവരുടെ റവന്യൂ എന്ത് ചെയ്യാൻ തുടങ്ങി, കൂടാനായിട്ട് തുടങ്ങി. GST ഇംപ്ലിമെന്റ് ചെയ്തതോടുകൂടി സംസ്ഥാനങ്ങളുടെ വരുമാനം കൂടാനായിട്ട് തുടങ്ങി. ഓക്കെ, ഇത്രയാണ് ഇതിന്റെ ആൻസർ. അടുത്ത 18ാമത്തെ ക്വസ്റ്റ്യൻ. ആദ്യം ഡൊമസ്റ്റിക് ട്രേഡിന്റെയും ഇന്റർനാഷണൽ ട്രേഡിന്റെയും ഫീച്ചേഴ്സ് തമ്മിലുള്ള ഡിഫറൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പം ഡൊമസ്റ്റിക് ട്രേഡ് എന്ന് പറയുമ്പോൾ ഒരു രാജ്യത്തിന്റെ അകത്ത് നടക്കുന്ന ട്രേഡാണ്. എന്നാൽ ഇന്റർനാഷണൽ ട്രേഡ് എന്ന് പറയുമ്പോൾ രണ്ടോ അതിലധികമോ രാജ്യങ്ങൾ തമ്മിൽ നടക്കുന്ന ട്രേഡാണ് ഇന്റർനാഷണൽ ട്രേഡ് എന്ന് പറയുന്നത്. പിന്നെ ഡൊമസ്റ്റിക് ട്രേഡിൽ ലോക്കൽ കറൻസി ആയിരിക്കും ഉപയോഗിക്കുന്നത്. ഇപ്പൊ ഇന്ത്യ ആണെങ്കിൽ റുപ്പി, അമേരിക്ക ആണെങ്കിൽ ഡോളർ, അങ്ങനെ ലോക്കൽ കറൻസി ആയിരിക്കും ഉപയോഗിക്കുന്നത്. എന്നാൽ ഇന്റർനാഷണൽ ട്രേഡിൽ ഫോറിൻ കറൻസി ആയിരിക്കും എന്ത് ചെയ്യുന്ന ഉപയോഗിക്കുന്നത്. ഇനി നമ്മൾ ഡൊമസ്റ്റിക് ട്രേഡ് നോക്കുന്ന സമയത്ത് അവിടെ റെഗുലേഷൻസ് എന്തായിരിക്കും, കുറവായിരിക്കും. ഇപ്പൊ ഇന്ത്യയിൽ അകത്ത് നടക്കുന്ന ട്രേഡ് ആകുമ്പോൾ ഇന്ത്യയിലുള്ള നിയമങ്ങൾ മാത്രം പാലിച്ചാൽ മതിയായിരിക്കും. എന്നാൽ ഇന്റർനാഷണൽ ട്രേഡ് ആകുമ്പോൾ റെഗുലേഷൻസ് ഉണ്ടാവും, ഒരുപാട് റെഗുലേഷൻ. ഇപ്പൊ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ ട്രേഡ് എടുക്കുമ്പോൾ രണ്ട് രാജ്യത്തിന്റെയും റൂൾസും റെഗുലേഷനും എന്ത് ചെയ്യേണ്ടി വരും, പാലിക്കേണ്ടി വരും. അതുപോലെ തന്നെ എഗ്രിമെന്റുകൾ, താരിഫ് തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾ പാലിക്കേണ്ടതായിട്ട് വരും. പിന്നെ ഡൊമസ്റ്റിക് ട്രേഡിൽ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് കുറവായിരിക്കും, എന്നാൽ ഇന്റർനാഷണൽ ട്രേഡിൽ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് കൂടുതൽ ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഇതിന്റെ ഡിഫറൻസ്. ഇനി 18B എന്ന് പറയുന്നത് നമ്മുടെ GATTും WTOയും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ആദ്യം GATTിന്റെ ഫുൾ ഫോം ജനറൽ എഗ്രിമെന്റ് ഓൺ താരിഫ് ആൻഡ് ട്രേഡ്. WTOയുടെ ഫുൾ ഫോം വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ. ഓക്കെ, ഇനി ജനറൽ എഗ്രിമെന്റ് ഓൺ താരിഫ് ആൻഡ് ട്രേഡ് വന്നത് 1948 WTO വന്നത് 1995 ആണ്. ഇനി ജനറൽ എഗ്രിമെന്റ് ഓൺ താരിഫ് ആൻഡ് ട്രേഡ് പ്രധാനമായിട്ട് ഗുഡ്സിന്റെ ട്രേഡിനെയാണ് ഫോക്കസ് ചെയ്യുന്ന. WTO ഗുഡ്സിന്റെ, സർവീസിന്റെ, ഇന്റലക്ച്വൽ പ്രോപ്പർട്ടിയുടെ ഒക്കെ ട്രേഡിനെ എന്ത് ചെയ്യുന്നുണ്ട്, ഫോക്കസ് ചെയ്യുന്നുണ്ട്. ഇനി 19ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ആദ്യം 19 A, അനലൈസ് ദ ഇമ്പാക്ട് ഓഫ് കൾച്ചറൽ ഗ്ലോബലൈസേഷൻ ഇൻ ഇന്ത്യ. അപ്പൊ കൾച്ചറൽ ഗ്ലോബലൈസേഷൻ എന്ന് വെച്ചാൽ എന്താണ്? ഇസ് ദ പ്രോസസ് ഓഫ് സ്പ്രെഡിങ് കൾച്ചേഴ്സ്, ഐഡിയ, വാല്യൂസ് ആൻഡ് എക്സ്പീരിയൻസ് അക്രോസ് ദി വേൾഡ്. അപ്പോൾ ഒരു കൾച്ചറുമായി ബന്ധപ്പെട്ട ആശയങ്ങളും മൂല്യങ്ങളും അനുഭവങ്ങളും ഒക്കെ ലോകം മുഴുവൻ വ്യാപിപ്പിക്കുന്നതിനാണ് നമ്മൾ കൾച്ചറൽ ഗ്ലോബലൈസേഷൻ എന്ന് പറയുന്നത്. ഇതിന്റെ ഇമ്പാക്ട് അനലൈസ് ചെയ്യാനാണ് നമ്മുടെ അടുത്ത് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതിന് പോസിറ്റീവ് ഇമ്പാക്റ്റും ഉണ്ട്, നെഗറ്റീവ് ഇമ്പാക്റ്റും ഉണ്ട്. പോസിറ്റീവ് ഇമ്പാക്ട്സ് എന്ന് പറയുമ്പോൾ എക്സ്പോഷർ ടു ഗ്ലോബൽ കൾച്ചർ, എൻറിച്ച് ഡൈവേഴ്സിറ്റി, ബൂസ്റ്റ് മോഡേൺ കൺസ്യൂമറിസം ആൻഡ് ലൈഫ് സ്റ്റൈൽ ചോയ്സസ്, പ്രൊമോട്ട് ഇന്റർനാഷണൽ കൾച്ചറൽ എക്സ്ചേഞ്ച് ആൻഡ് മീഡിയ ഇൻഫ്ലുവൻസ്. ഇതൊക്കെയാണ് പോസിറ്റീവ് ഇമ്പാക്റ്റിൽ വരുന്നത്. ഇനി നെഗറ്റീവ് ഇമ്പാക്ട്സ് എന്ന് പറയുമ്പോൾ ലോസ് ഓഫ് ട്രഡീഷണൽ വാല്യൂസ് ആൻഡ് പ്രാക്ടീസസ്, ഡോമിനൻസ് ഓഫ് വെസ്റ്റേൺ കൾച്ചർ. അതായത് നമ്മൾ ട്രഡീഷണൽ ആയിട്ടുള്ള മൂല്യങ്ങൾ എന്ത് ചെയ്യും, നഷ്ടപ്പെട്ട് പോവും. അതുപോലെ തന്നെ വെസ്റ്റേൺ കൾച്ചറിന്റെ ഒരു ആധിപത്യം നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇതൊക്കെയാണ് നെഗറ്റീവ് ഇമ്പാക്ട്സ്. അടുത്ത ക്വസ്റ്റ്യൻ 19B, എക്സാമിൻ ഹൗ ഗ്ലോബലൈസേഷൻ അഫക്ട് സ്മാൾ ബിസിനസ്. ഗ്ലോബലൈസേഷൻ എങ്ങനെയാണ് സ്മാൾ ബിസിനസിനെ അഫക്ട് ചെയ്യുന്നത്. ഓക്കെ, പോസിറ്റീവായിട്ടും അഫക്ട് ചെയ്യും, നെഗറ്റീവായിട്ടും അഫക്ട് ചെയ്യും. അത് നമുക്ക് പോസിറ്റീവ് എഫക്റ്റ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആക്സസ് ടു ലാർജ് മാർക്കറ്റ്. അപ്പം സ്മാൾ ബിസിനസ് എന്ത് ചെയ്യാൻ പറ്റുന്നു, ഇപ്പം ഡൊമസ്റ്റിക് ബിസിനസ് ആണെങ്കിൽ ആ ഒരു രാജ്യത്ത് മാത്രമേ ട്രേഡ് ചെയ്യാൻ പറ്റൂ. പക്ഷേ ഗ്ലോബലൈസേഷന്റെ ഭാഗമായിട്ട് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു, ഇന്റർനാഷണൽ മാർക്കറ്റിലൂടെ അവരുടെ സാധനങ്ങൾ വാങ്ങാനും വിൽക്കാനായിട്ട് സാധിക്കുന്നു. അടുത്ത എക്സ്പോഷർ ടു ന്യൂ ടെക്നോളജി ആൻഡ് ബെസ്റ്റ് പ്രാക്ടീസ്. പുതിയ പുതിയ ടെക്നോളജീസ് അഡോപ്റ്റ് ചെയ്യാനും നല്ല രീതിയിലുള്ള പ്രവർത്തനം കാഴ്ചവെക്കാനും അവർക്ക് കഴിയുന്നു. അടുത്ത ഓപ്പർച്യൂണിറ്റീസ് ടു എക്സ്പോർട്ട് പ്രോഡക്റ്റ് ഗ്ലോബലി. ആ ബിസിനസിന്റെ പ്രോഡക്റ്റ് ആ രാജ്യത്ത് മാത്രമല്ലാതെ ലോകം മുഴുവൻ വിറ്റഴിക്കാനുള്ള അവസരം ഗ്ലോബലൈസേഷൻ സ്മാൾ ബിസിനസിന് നൽകുന്നു.
ഇനി ഇതിന്റെ നെഗറ്റീവ് എഫക്റ്റ് നോക്കാം. ഇന്ത്യൻ കോമ്പറ്റീഷൻ ഫ്രം മൾട്ടിനാഷണൽ കോർപ്പറേഷൻ. അപ്പം സ്മാൾ ബിസിനസ്സിന് എന്ത് ചെയ്യുന്നു? ഗ്ലോബലൈസേഷന്റെ ഫലമായിട്ട് മൾട്ടിനാഷണൽ കമ്പനീസിൽ നിന്നും വലിയ തോതിലുള്ള കോമ്പറ്റീഷൻ ഫേസ് ചെയ്യേണ്ടി വരുന്നു. ഒരുപക്ഷെ സ്മാൾ ബിസിനസ്സിന് എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ കോമ്പറ്റീഷനും പിടിച്ചു നിൽക്കാനായിട്ട് സാധിക്കില്ല. ഓക്കെ, മൾട്ടിനാഷണൽ കമ്പനിയുടെ വരവോടുകൂടി ഒരുപക്ഷെ എന്ത് ചെയ്യാം, സ്മാൾ ബിസിനസ് തകർന്നേക്കാം. പിന്നെ ഡിഫിക്കൽട്ടി ഇൻ മെയിൻറ്റെയിനിങ് മാർക്കറ്റ് ഷെയർ ഡ്യൂ ടു ലാക്ക് ഓഫ് റിസോഴ്സ്. ഇപ്പം മൾട്ടിനാഷണൽ കമ്പനീസിനുള്ള പോലെ റിസോഴ്സിന്റെ അവൈലബിലിറ്റി സ്മാൾ ബിസിനസ്സിന് ഉണ്ടാവണം എന്ന് ഇല്ല. ഇതിന്റെ ഫലമായിട്ട് എന്ത് ചെയ്യുന്നു, അവിടെ മാർക്കറ്റ് ഷെയർ ഇടിയാനായിട്ട് തുടങ്ങും. അതായത് അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലോട്ട് വരുന്നു. ഇതൊക്കെയാണ് ഇതിന്റെ നെഗറ്റീവ് ഇമ്പാക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസും അതിന്റെ ആൻസർ. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഏകദേശ ധാരണ കിട്ടിയിട്ടുണ്ടായിരിക്കും ഫൈനൽ എക്സാമിന് എങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരുന്നതെന്നുള്ള ഏകദേശ ധാരണ ഇതിൽ നിന്ന് കിട്ടിയിട്ടുണ്ടായിരിക്കും. ഇതിലുള്ള അതേ ക്വസ്റ്റ്യൻസ് ആയിരിക്കില്ല ചോദിക്കുന്നത്, എന്നാൽ ഇതേ മോഡലിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും എന്ത് ചെയ്യുന്ന ഫൈനൽ എക്സാമിന് വരുന്നത്. അപ്പം മാക്സിമം ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുക, നല്ല രീതിയിൽ എഴുതാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾ പഠിക്കുന്നതിനേക്കാൾ ഉപരി അതെങ്ങനെ പ്രസന്റ് ചെയ്യുന്നു എന്നതിലാണ് കൂടുതൽ കാര്യം. ഓക്കെ, നല്ല രീതിയിൽ പ്രസന്റ് ചെയ്താൽ മാത്രമേ നമുക്ക് നല്ല സ്കോർ നേടാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പം ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക. ടെക്സ്റ്റ് ബുക്കൊക്കെ നല്ലപോലെ വായിക്കാനായിട്ട് ശ്രമിക്കുക. നന്നായിട്ട് പരീക്ഷ എഴുതുക. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.